സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഔസേപ്പിതാവിൻ്റെ ഊട്ടുതിരുനാളിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരുന്നു. ഇതാ നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതാ ഔസേപ്പിതാവിൻ്റെ രൂപം തയ്യാറായി. നാളെ കൃത്യം 9:30 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. അത് കഴിഞ്ഞാണ് നേർച്ച സദ്യ. നമ്മൾ ഈ ദൈവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പാരിഷ് ഹാളിലേക്ക് പോകും. അവിടെ 3 നിലകളിലും ഭക്ഷണം ഒരുക്കുന്നുണ്ട്. നമുക്ക് ആ ഭക്ഷണത്തിൽ പങ്കുചേരണം. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടേക്ക് പോകാം. നമ്മുടെ സഹോദരന്മാരും ഭക്ഷണം പാകം ചെയ്യുകയാണ്. കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വന്ന് ചേരാം. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. കറിക്കരിയാം, ഇല തുടയ്ക്കാം, ഭക്ഷണം പാകം ചെയ്ത് സഹായിക്കാം. ഇതായി സഹോദരന്മാർ റെഡിയായിട്ട് നിൽക്കുന്നു. വേഗം പോലെ കറിക്കുള്ള കത്തി കൂടി കരുതിയിരിക്കണം. അരിയാനുള്ള കത്തി കൂടി കരുതിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സഹോദരന്മാരെ നോക്കിയേ, അവരെല്ലാവരും തിരക്ക് പിടിച്ച അധ്വാനത്തിലാണ്. നാളത്തെ ഭക്ഷണം ഏറ്റവും മനോഹരമാകുന്നത്. ഇനി നമ്മൾ പാരിഷ് ഹാളിലേക്ക് കയറാണ്. ഇതാ ഇവിടെ നമ്മുടെ സഹോദരന്മാർ ഇല തുടയ്ക്കുന്നു. ഭക്ഷണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാണ്. നിങ്ങൾ വരണ ഉടനെ തന്നെ നാളത്തെ ഭക്ഷണം നന്നായി ആസ്വദിക്കണം. ഏറ്റവും ശുദ്ധിയായിട്ടാണ് ഇല ഇവിടെ സജ്ജീകരിക്കുന്നത്. എവിടെ നോക്കിക്കോ, എത്രയും പേരാണ് ഇല തയ്യാറാക്കുന്നത്. കൃത്യമായ അളവിലാണ് ഇല തയ്യാറാക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞുള്ള പഴം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലത്തേക്ക് പോകാം. രാമൻ ചേട്ടൻ്റെയും ആ ടീമിൻ്റെയും സംരംഭം എങ്ങനെയാണ്, രാമൻ ചേട്ടനും ടീമും എങ്ങനെയാണ് നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുന്നതെന്ന് നമുക്ക് കാണാം. ഒന്ന് എഡിറ്റ് ചെയ്യാം. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെയ്താണ്. തേങ്ങ ചേർന്നത് കണ്ടോ, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് നോക്കുക. അവിടെ തേങ്ങ ഉടയ്ക്കുന്നു. അവരും നമുക്കായി ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നോക്കുക, അടുപ്പ് കൂട്ടി ഓരോ ക്രമീകരണങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറായി. ഇന്ന് കറിക്കരിയുന്നവർക്കും ഇല തുടയ്ക്കുന്നവർക്കൊക്കെ വേണ്ടിയുള്ള പഴംപൊരിയാണ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. രാമചാറിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ജോലി ചെയ്തത്. ഏറ്റവും നന്നായിട്ട് ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത ടീമാണ്. 24 പേരുണ്ട്. അവർ ഭക്ഷണം ഒരുക്കാണ്. സുന്ദരമായ ഭക്ഷണമായിരിക്കും. നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം. നാളെ നിങ്ങളെല്ലാവരും വരണം. അയൽവക്കക്കാരെ ക്ഷണിക്കണം. ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കും. നിങ്ങളെ കൃത്യമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.